വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സയൻസിൻ്റെ 3rd ചാപ്റ്റർ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്ന ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പലതരത്തിലുള്ള ആഹാരങ്ങളെക്കുറിച്ച് പഠിച്ചു. പിന്നെ അതുപോലെ ആ ആഹാരങ്ങൾ, അതായത് ക്രോപ്സ്, അത് ഏതൊക്കെ സ്റ്റേറ്റിൽ ഏതൊക്കെയാണുള്ളത്, അവിടെ ഓരോ സ്റ്റേറ്റിലും വളരുന്ന ക്രോപ്സിനെ കുറിച്ചും ഒക്കെ പഠിച്ചു. ഒപ്പം തന്നെ പഴയതും പുതിയതുമായുള്ള പാചക രീതികളെയും കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത്, നമുക്കിവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിൽ ഫുഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ, അതായത് വൈറ്റമിൻസും മിനറൽസും, അത് തന്നിട്ടുള്ള ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ട് നോക്കിയിട്ട് അവിടെ ആ വൈറ്റമിൻസ് ഡെഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് അന്വേഷിക്കുക. ആണെങ്കിൽ അവരുടെ പേര് ലിസ്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഇത്തരം രോഗലക്ഷണങ്ങളുള്ള ആൾക്കാരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാൻ അഡ്വൈസ് ചെയ്യുക. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റി. അപ്പം നമ്മുടെ ചാർട്ട് ഇതാണ്. ഫുഡ് കമ്പോണൻസ്, അല്ലെങ്കിൽ വൈറ്റമിൻസും മിനറൽസും ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ജോലി, അതായത് നമ്മുടെ ശരീരത്തിൽ അതുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് ചെയ്യുന്നത്. മൂന്നാമത്തേത് അത് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഈ വൈറ്റമിൻ എവിടെ നിന്ന് കിട്ടുന്നു. പിന്നെ നെക്സ്റ്റ് ഡെഫിഷ്യൻസി ഡിസീസ്, അതായത് ഈ വൈറ്റമിൻ ഇല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അസുഖം. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ വൈറ്റമിൻ എ പറഞ്ഞിരിക്കുന്നത്. വൈറ്റമിൻ എ നമ്മുടെ സ്കിന്ന്, കണ്ണ് ഒക്കെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കും. പപ്പായയും ക്യാരറ്റും മാംഗോ, മിൽക്ക്, ഇതൊക്കെയാണ് ഈ വൈറ്റമിൻസ് എ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആഹാര സാധനങ്ങൾ. ഇനി വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ലോസ് ഓഫ് വിഷനാണ് ഉണ്ടാകുന്ന അസുഖം, അതായത് കണ്ണിന് കാഴ്ചക്കുറവ്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ള പുവർ വിഷൻ, ലോസ് ഓഫ് വിഷൻ ഇൻ ഡാർക്ക്നെസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. ആൻഡ് സംടൈംസ് കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷൻ. ചില സമയത്ത് വൈറ്റമിൻ എ ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കണ്ണ് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അതുപോലെ തന്നെ വൈറ്റമിൻ ബി കീപ്സ് ഹാർട്ട് ഹെൽത്തി ആൻഡ് സപ്പോർട്ട് ബോഡി ടു പെർഫോം വേരിയസ് ഫങ്ഷൻ. ഹാർട്ടിൻ്റെ ഹെൽത്തി ഫങ്ഷൻ എല്ലാം വൈറ്റമിൻ ബി ആണ്. ലെഗ്മസ്, നട്ട്സ്, ഹോൾ ഗ്രെയിൻസ്, അതായത് പയറുവർഗ്ഗങ്ങളെല്ലാം, പിന്നെ മിൽക്ക്, ഇതൊക്കെയാണ് വൈറ്റമിൻ ബി ധാരാളം ഉള്ളത്. ഇത് ഇല്ലാത്തത്, വൈറ്റമിൻ ബി ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന രോഗമാണ് ബെറി എന്ന് പറയുന്ന രോഗം വൈറ്റമിൻ ബി ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്. അതിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങളെന്ന് പറയുന്നത് കാലിനൊക്കെ, കൈക്കും കാലിനും ഒക്കെ സ്വെല്ലിങ്, അതായത് പൊള്ളി വരുന്ന പോലെ വരുന്നു. പിന്നെ ശ്വാസം മുട്ടൽ, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. ദെൻ വൈറ്റമിൻ സി ഹെൽപ്പ് ബോഡി ഇൻ ഫൈറ്റ് ഡിസീസസ്. നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുന്ന വൈറ്റമിൻ സി ആണ്. ഓൾമോസ്റ്റ് ഓൾ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് പുളിയുള്ള ആഹാരങ്ങൾ, ഫ്രൂട്ട്സ് എല്ലാം വൈറ്റമിൻ സി റിച്ച് ആണ്. സ്കർവിയാണ് ഉണ്ടാകുന്ന അസുഖം. ബ്ലീഡിങ് ഗംസ്, അതായത് മോണയിൽ നിന്നുണ്ടാകുന്ന ചോര. സ്ലോ ഹീലിംഗ് ഓഫ് വൂൺസ്. അപ്പോൾ എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ വളരെ പതിയെ മാത്രമേ അത് ഉണങ്ങത്തുള്ളൂ. ഇതൊക്കെയാണ് വൈറ്റമിൻ സി ഇല്ലെങ്കിലത്തെ കുഴപ്പം. ഈ വൈറ്റമിൻ ഡി, കാൽസ്യം നമ്മുടെ ബോൺസിലേക്ക് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. അതിന് സൺലൈറ്റ് കൊള്ളണം. പിന്നെ പാല്, ബട്ടർ, ഫിഷ് ഒക്കെ കഴിക്കണം. ഇനി ഈ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളൊക്കെ വളഞ്ഞും പൊട്ടിയും ഒക്കെ പോകുന്ന അസുഖമാണ്. കാൽഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ബോണും ടീത്തും, നമ്മുടെ എല്ലും പല്ലും ഒക്കെ നല്ലതായിട്ടിരിക്കണമെങ്കിൽ കാൽഷ്യം വേണം. മിൽക്ക് പ്രോഡക്ട്സും. പിന്നെ അസുഖം ബോണും ആൻഡ് ടൂത്ത് ഡീക്കേ, എല്ലിൻ്റെയും പല്ലിൻ്റെയും ഇല്ലായ്മയാണ്. അതിന് വീക്ക് ബോൺസ്, ടൂത്ത് ഡീക്കേയുമാണ് ലക്ഷണങ്ങൾ. അയഡിൻ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റീസ് എല്ലാം ബാലൻസ് ചെയ്യുന്ന അയഡിനാണ്. പിന്നെ അതുപോലെ നമ്മുടെ അയഡൈസ്ഡ് സോൾട്ട്, സീവീഡ്, വാട്ടർ, ചെസ്നട്ട് ഒക്കെയാണ് അത് നിറച്ചുള്ള അയഡിനുള്ള. ഏറ്റവും കൂടുതൽ അയഡൈസ്ഡ് ഉപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഗോയിട്രാണ്, അതായത് നമ്മുടെ കഴുത്തിനുണ്ടാകുന്ന നീര്, സ്വെല്ലിംഗ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ നെക്ക്. അയൺ, ദെൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ബ്ലഡിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് അയൺ. ലീഫി വെജിറ്റബിൾസ് ആണ് കഴിക്കേണ്ടത്. അനീമിയ എന്ന് പറയുന്ന അസുഖമാണ് ഉണ്ടാകുന്നത്, അതായത് വിളർച്ച, പിന്നെ ശ്വാസം കിട്ടാതെ വരിക, ക്ഷീണം, ഇതൊക്കെയാണ് അനീമിയയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആ കോളത്തിനനുസരിച്ചുള്ള പോലെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിരിക്കണം കേട്ടോ.
ഇനി വൈറ്റമിൻസ് എ ബി സി ഡി ആൻഡ് മിനറൽസ് കാൽസ്യം അയൺ ആൻഡ് iodine are two group of food components that protects our body from various diseases. But how can we overcome vitamin and minerals deficiency diseases or disorder? ഇനി വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളും വൈറ്റമിൻ ബി റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഡെഫിഷ്യൻസി ഡിസീസസ് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്തത്. ഫുഡ് വൈറ്റമിൻ സിയുടെയും വൈറ്റമിൻ ഡിയുടെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് കമ്പോണൻറ്റ്സ് ദാറ്റ് പ്രൊവൈഡ് എനർജി, സപ്പോർട്ട് ഗ്രോത്ത്, ഹെൽപ്പ് റിപ്പയർ ആൻഡ് പ്രൊട്ടക്റ്റ് അവർ ബോഡി ഫ്രം ഡിസീസസ് ആൻഡ് മെയിൻറ്റെയിൻ വേരിയസ് ബോഡി ഫങ്ഷൻസ് ആർ കോൾഡ് ന്യൂട്രിയൻസ്. ഇങ്ങനെ ശരീരത്തിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻ ആവശ്യമായിട്ട് ഉള്ള അതായത് അസുഖങ്ങളൊന്നും വരാതെ നമ്മളെ സൂക്ഷിക്കുന്ന ഫുഡിൻ്റെ ഭാഗത്തിന് ഈ വൈറ്റമിൻസും മിനറൽസും എല്ലാം ചേർന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡി ഫങ്ഷൻസിന് വേണ്ട എല്ലാതും ഈ ന്യൂട്രിയൻസ് അല്ലെ പോഷകങ്ങളിൽ നിന്നാണ് വരുന്നത്. ദ മേജർ ന്യൂട്രിയൻസ് ഇൻ അവർ ഫുഡ് ഇൻക്ലൂഡ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇതെല്ലാം നമ്മൾ എന്താ പറയുന്നത്? ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. Vitamins and minerals are called protective nutrients. These nutrients protect our body from diseases and keep us healthy. അതായത് നമ്മളിപ്പം ഈ ന്യൂട്രിയൻസിൽ ആദ്യത്തെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു. അത് കാർബോഹൈഡ്രേറ്റ്, പിന്നെ ഫാറ്റ് അല്ലേ, ദെൻ പ്രോട്ടീൻസ്, പിന്നെന്താ ഇപ്പം നമ്മൾ പറഞ്ഞത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പം ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് അത് എനർജി ഗിവിങ് ഫുഡാണ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിന് എനർജി തരുന്നു, ജോലി ചെയ്യാൻ പഠിക്കാനൊക്കെ ഉള്ള എനർജി തരുന്ന ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. അതേസമയം പ്രോട്ടീൻസ് വരുമ്പം ബോഡി ബിൽഡിംഗ് ആണ്. അതായത് നമ്മുടെ ശരീരം വളരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രോട്ടീൻസിനാണ് കിട്ടുന്നത്. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത് അത് പ്രൊട്ടക്റ്റീവ് ഫുഡ്, അതായത് നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 ടൈപ്പാണ് പ്രധാനമായിട്ടും ന്യൂട്രിയൻസ് നമ്മൾ പറയുന്നത്. Milk, green vegetable, fruits and whole grains regularly. These food items are sources of vitamins and minerals. Although vitamins and minerals are required in small amount, they are essential to keep our body healthy. And what differences do you observe in raw and cooked vegetables? ഇനി നമ്മൾ പച്ചയ്ക്ക് വെജിറ്റബിൾസ് അല്ലെങ്കിൽ കുക്ക് ചെയ്ത വെജിറ്റബിൾസ് ഈ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. ഹാവ് യു എവർ നോട്ടീസ് ദ വെജിറ്റബിൾസ് സംടൈംസ് ലോസ് ദെയർ ബ്രൈറ്റ് കളർ or become softer and less crisp when cooked? Some nutrients like vitamin C and other are lost during cooking due to high heat. Would it not be wise to include fruits and uncooked vegetables into our diet? Washing cut and peeled vegetables and fruits may also result loss of some vitamins. However, it is highly recommended that all fruits and vegetables are thoroughly washed before consumption. ഇനി ചില ഫുഡൊക്കെ, അതായത് ചില വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചില വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിൻ്റെ കളറൊക്കെ മങ്ങിയിരിക്കും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ അത് വളരെ സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് കുറേ വൈറ്റമിൻ സി ഒക്കെ ആണെങ്കിൽ ചൂടായാൽ അപ്പം പോവും. അപ്പോൾ അതുകൊണ്ട് പരമാവധി നല്ല എന്താ പറയുന്ന വെജിറ്റബിൾസൊക്കെ നമ്മൾ പച്ചയ്ക്ക് കഴിക്കാൻ, അതായത് ക്യാരറ്റ്, കുക്കുംബർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പച്ചയ്ക്ക് തന്നെ കഴിക്കുക. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ടത് നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മൾ തൊലിയൊക്കെ ഇങ്ങനെ വെറുതെ ചുരണ്ടിയൊക്കെ കളയുമ്പോൾ പലപ്പോഴും ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ പല വൈറ്റമിൻസും മിനറൽസും ഒക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഡു വി ഒബ്റ്റെയിൻ ഓൾ ന്യൂട്രിയൻസ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും മാത്രമാണോ ഈ പറയുന്ന എല്ലാ വൈറ്റമിൻസും മിനറൽസും കിട്ടുന്നത്? അല്ല. വൈറ്റമിൻ ഡി നമുക്കറിയാം സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അയഡിൻ, ഉപ്പ് അല്ലേ, അയഡൈസ്ഡ് സോൾട്ടിൽ നിന്നാണ് കിട്ടുന്നത്. അത് സീ വാട്ടറാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ റിച്ച് ഇൻ ഡയറ്ററി ഫൈബർ ആൻഡ് ലെറ്റ് us see how dietary fibers are beneficial for us. ഇനി അതുപോലെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം വേണ്ട ഒന്നാണ് ഡയറ്ററി ഫൈബർ. ഡയറ്ററി ഫൈബർ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൂടെ നമുക്ക് നോക്കണേ.
In addition to the essential nutrients, our body needs dietary fibers and water. Dietary fiber, also known as roughage, do not provide any nutrients to our body. However, they are an essential component of our food. They help our body get rid of the undigested food and ensure smooth passage of the stools. Roughage in our food is provided mainly by suitable plant products. നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മാമ്പഴം ഉണ്ടല്ലോ, മാമ്പഴം നമ്മൾ ഇങ്ങനെ തൊലി ഇങ്ങനെ അതിൻ്റെ പീല് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു നാര് പോലെ, അതായത് ഫൈബറായിട്ടിരിക്കുന്ന, അതായത് നൂല് പോലെ ഇരിക്കുന്ന ഭാഗങ്ങൾ മാമ്പഴത്തിനകത്ത്. ആ മാമ്പഴം എന്ന് ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. അതുപോലെയുള്ള ഫൈബർ നാരുകളെയാണ് നമ്മൾ ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ, സോളിഡ് വേസ്റ്റും ഉണ്ട്, ലിക്വിഡ് വേസ്റ്റും ഉണ്ട്. ഈ സോളിഡ് വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, അതായത് സ്റ്റൂൾ, ഈ സോളിഡ് വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഈ ഡയറ്ററി ഫൈബറുള്ള ആഹാരം കഴിച്ചെങ്കിലേ പറ്റൂ. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റൂൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകത്തില്ല. അപ്പോഴാണ് പലർക്കും കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റൂൾസ് പുറത്തു പോകാത്ത അവസ്ഥ, അതായത് മലബന്ധം എന്ന് പറയും. ചില പ്രായമായ ആൾക്കാർക്കൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിന് കാരണം എന്താണ്? ഈ ഡയറ്ററി ഫൈബറും വാട്ടറും. വാട്ടർ ഈസ് ഓൾസോ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ഡയറ്റ്. ഇറ്റ് ഹെൽപ്പ് us to body absorb nutrients from food. It removes waste from the body through sweat and urine. We should drink sufficient water regularly to keep ourselves healthy. പിന്നെ നമ്മുടെ ശരീരത്തിൽ അതുപോലെ എന്താ പറയുക, ഡയറ്ററി ഫൈബർ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തുള്ളത്, വാട്ടറും. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഈ റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉള്ള ഈ കുക്കുംബർ പോലെയുള്ള സാധനങ്ങൾ, അതിനകത്തും ധാരാളം വെള്ളമയം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് എന്താ പറയുന്നത്, ക്ലീൻ ആകത്തുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മളെ കുക്ക് ചെയ്യുന്ന കിച്ചൺ അല്ലേ, അപ്പോൾ ഈ കിച്ചണിൽ ധാരാളം അഴുക്കളുണ്ടായിരിക്കും. നമ്മുടെ അമ്മമാർ എന്താ ചെയ്യുന്നത്, ധാരാളം വെള്ളം ഒഴിച്ച് ആ കിച്ചണെല്ലാം ക്ലീൻ ചെയ്യും, ശരിയല്ലേ? അപ്പം നമ്മളതുപോലെ ആഹാരമെല്ലാം ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. ആ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തും ഇതുപോലെ കിച്ചണിലുണ്ടാകുന്ന പോലെ വേസ്റ്റുകളുണ്ടാകുന്നുണ്ട്. ഈ വേസ്റ്റ് ക്ലീൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. ശരീരത്തിന് വെള്ളം ആവശ്യമാണ്. അത് ധാരാളം വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ക്ലീനായി കിട്ടും. ഇനി ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ്, കുളത്തൂർ ഗോപാലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ന്യൂട്രിയൻ റിസർച്ച് നടത്തിയ ആളാണ്. ഹി അനലൈസ് മോർ ദാൻ 500 ഇന്ത്യൻ ഫുഡ്സ് ഫോർ ദ ന്യൂട്രീഷൻ വാല്യൂ ആൻഡ് റെക്കമെൻഡഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഡയറ്റ് ടു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. നമ്മുടെ ഇന്ത്യക്കാർ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നടത്തണം അല്ലെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് ഹി ഹാഡ് സർവീസ് ഓൺ ന്യൂട്രീഷണൽ status of the Indian population, identifying widespread deficiencies in protein, energy and other food components. This led to the implementation of midday meal program in 2002. Now it is PM Poshan initiatives to provide balanced diet food to the government run and government aided schools in our country. ഇദ്ദേഹം ഇങ്ങനെ ന്യൂട്രിയൻസിനെ കുറിച്ച് നടത്തിയ പഠനത്തിൻ്റെ ഫലമായിട്ടാണ് 2002 മുതൽ മിഡ് ഡേ മീൽ എന്ന് പറഞ്ഞാൽ എന്താ, ഉച്ചഭക്ഷണ പദ്ധതി. അതായത് ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളിലുമാണ് ഇതുള്ളത്. സാധാരണ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഇതില്ല. ദിസ് സ്കീം ഹാസ് പ്ലേഡ് എ റോൾ ഇൻ ഇംപ്രൂവിങ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഓഫ് മില്യൺസ് ഓഫ് ചിൽഡ്രൻ നാഷൻ വൈഡ്. നമ്മുടെ ഇന്ത്യയിൽ പല കുഞ്ഞുങ്ങളും ആഹാരം ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്, ആഹാരം കിട്ടാത്ത, അതായത് അവർക്ക് പാവം പിടിച്ച ആൾക്കാരാണ്. അവർക്ക് ഈ മിഡ് ഡേ മീൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇനിയും ഈ ഓരോ ഫുഡ് കമ്പോണൻസും, ഏതൊക്കെ ഫുഡ് കമ്പോണൻസ് നമ്മളെ ഓരോ ഫുഡിലുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർച്ച് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഉള്ള ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റത്തിനകത്തിലുണ്ടോ കാർബോഹൈഡ്രേറ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പരീക്ഷണം ചെയ്യുകയാണ്. ടേക്ക് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് സച്ചസ് slice of potato, cucumber, bread, some boiled rice, boiled gram, crushed peanut. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത് നോക്കിയേ, പ്ലേസ് എ സ്മോൾ പീസ് ഓഫ് ഈച്ച് ഐറ്റം ഓൺ ദ സെപ്പറേറ്റ് ഡിഷ്. ഓരോ പാത്രത്തിലായിട്ട് കുറേശ്ശെ ഈ സാധനങ്ങൾ എടുക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡ്രോപ്പർ പുട്ട് 2 to 3 drops ഓഫ് dilute iodine solution on each food items. എന്നിട്ട്
ചെറിയൊരു ഡ്രോപ്പർ വെച്ച്, അതായത് ഫില്ലർ വെച്ചിട്ട് ഈ നമ്മൾ ഓരോ പാത്രത്തിൽ എടുത്തിരിക്കുന്ന ഈ ഫുഡ് ഐറ്റത്തിലും മുകളിലും എന്ത് ചെയ്യുക, ഈ അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുക. ഒബ്സർവ് ദർ എനി ചേഞ്ച് ഇൻ ദ കളർ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന് നോക്കണം. എ ബ്ലൂ ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് അല്ലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഈ അയഡിൻ ഒഴിക്കുമ്പോൾ ബ്ലൂ ബ്ലാക്ക് കളറായിട്ട് ആ ഫുഡ് ഐറ്റം മാറുന്നുണ്ടെങ്കിൽ അതിലെന്തുണ്ട്, സ്റ്റാർച്ച് ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി അടുത്ത ഫാറ്റ് ഉണ്ടോ എന്നറിയാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത് കേട്ടോ. ടേക്ക് എ സ്മോൾ പാർട്ട് ഓഫ് ഫുഡ് ഐറ്റംസ് ദാറ്റ് ടെസ്റ്റഡ് ഫോർ ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് and place each food item on separate place of paper. Wrap the paper round the food and press it. Be careful not to tear the paper. The food item contain little water. Allow the paper to dry. നമ്മൾ പിന്നെ ചെയ്യുന്നത്, ഈ എടുത്തിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഇല്ലേ, ഇത് ഓരോന്നും നമ്മൾ ചെറിയൊരു പേപ്പറിലേക്ക്, അതായത് വൈറ്റ് പേപ്പർ എടുത്താൽ മതി, അപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഈ ഓരോ ഫുഡ് ഐറ്റം സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പൊതിഞ്ഞൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നൂത്തിട്ട് കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങാൻ വെക്കുന്നുണ്ടെങ്കിൽ വെള്ളമയം ഉണ്ടെങ്കിൽ അതങ്ങ് ഉണങ്ങിപ്പോവും. അതിനുശേഷം നിങ്ങൾ നോക്കുക പേപ്പറിൽ ഓയിലി പാച്ചസ്, അതായത് എണ്ണമയം കാണുന്നുണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ എന്തുണ്ടത്, ഫാറ്റ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം ഫാറ്റുള്ള, നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ, പപ്പയൊക്കെ ബേക്കറിയിൽ നിന്ന് സാധനം കൊണ്ടുവരുമ്പോൾ ഒരു ബ്രൗൺ കളർ കവറിലല്ലേ കൊണ്ടുവന്നത്, ആ ബ്രൗൺ കളർ കവറിൻ്റെ പുറത്തേക്ക് എണ്ണമയമൊക്കെ ഇരിക്കുന്നത്, അതായത് നമ്മൾ സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ. അപ്പം അത് ഓയിലി ഫുഡ് ആയതുകൊണ്ടാണ്, അതിനകത്ത് ഫാറ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കാണപ്പെടുന്നത്. ഇനി പ്രോട്ടീൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. Take a food items that tested in the previous activities. Make a paste of the powder of the food using pestle or mortar. Pestle or mortar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരകല്ലും അട്ടയിലും അങ്ങനെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇടിച്ചു പിടിക്കുന്ന സാധനം, അത്. Put half teaspoon each food items in a separate clean test tube. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഓരോ സാധനങ്ങളും ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് ചെറിയ കോളം പോലെയുള്ള ചെറിയൊരു ഇങ്ങനത്തെ ഒരു പാത്രമാണ്, നമ്മുടെ ലാബിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടുക. പിന്നെ കുറച്ച് കെമിക്കൽസിൻ്റെ പേര് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു കോഷൻ തന്നിട്ടുണ്ട്. ദീസ് കെമിക്കൽസ് ആർ ഹാർംഫുൾ ടു നീഡ് ടു ഹാൻഡിൽഡ് വിത്ത് കെയർ. ഡു നോട്ട് ടച്ച് എനി ഓഫ് ദ കെമിക്കൽസ് അൺലെസ് ആസ്ക്ഡ് ടു ഡു. ആൻഡ് ഇഫ് എനി കെമിക്കൽ ഗെറ്റ് സ്പിൽഡ് ഇൻ യുവർ ബോഡി ഇമ്മീഡിയറ്റ്ലി വാഷ് അഫക്ട് ദ ഏരിയ. ഡു നോട്ട് പുട്ട് എനി ദീസ് കെമിക്കൽസ് ഇൻ ടു യുവർ മൗത്ത്. നമ്മൾ കെമിക്കൽസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കാര്യം നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്തിൽ കെമിക്കൽസ് ഇടുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ പറയാത്ത കെമിക്കൽസ് എടുക്കരുത്. നമ്മുടെ ദേഹത്തെങ്ങാനും കെമിക്കൽസ് വീണാൽ തീർച്ചയായിട്ടും റണ്ണിങ് വാട്ടറിൽ തന്നെ അത് കളയുക. പിന്നെ ഒരു കാരണവശാലും വായിലോ മൂക്കിലോ ഒന്നും ഇത് കൊണ്ട് വയ്ക്കാതിരിക്കുക. Add 2 to 3 spoons of water each test tube and shake them, and 2 drops of copper sulfate solution in each test tube. Now take another dropper and add 10 drops of caustic soda solution in each tube. ഓരോ ട്യൂബിലേക്കും എന്താ ചെയ്യേണ്ടത്, കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ തുരിശെന്ന് നമ്മൾ പറയും കേട്ടോ. കോപ്പർ സൾഫേറ്റും പിന്നെ എന്താണ് കാസ്റ്റിക് സോഡയും മിക്സ് ചെയ്യുക. ഷേക്ക് വെൽ ആൻഡ് ലീവ് ദ ടെസ്റ്റ് ട്യൂബ് അൺഡിസ്റ്റർബ്ഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബ് നന്നായിട്ട് കുലുക്കിയിട്ട് കുറച്ച് സമയം അവിടെ വയ്ക്കുക. What did you observe? Did you consider some test tubes turn violet? ചില ടെസ്റ്റ് ട്യൂബുകൾ നോക്കുമ്പോൾ അതിനകത്തിലെ കണ്ടൻറ്റ് വയലറ്റ് കളറായിട്ട് മാറുന്നു. ദിസ് വയലറ്റ് കളർ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ദ പ്രോട്ടീൻസ് ഇൻ ദ ഫുഡ് ഐറ്റം. അപ്പോൾ ഇതിനകത്തിൽ മറ്റേ രണ്ടിനേക്കാളും അപേക്ഷിച്ച് ഇത് 2 കെമിക്കൽസ് ചേർക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഒന്ന് കോപ്പർ സൾഫേറ്റും മറ്റേത് കാസ്റ്റിക് സോഡയും. ഇത് രണ്ടും കൂടാണ് ഓരോ ടെസ്റ്റ് ട്യൂബിലും നമ്മളെടുത്ത ഓരോ ടെസ്റ്റ് ട്യൂബിലും ഓരോ ടൈപ്പ് അതായത് നമ്മളെടുത്ത ഓരോ ഫുഡ് ഐറ്റത്തിൻ്റെയും പേസ്റ്റാണ് ഇട്ടേക്കുന്നത്. ആ പേസ്റ്റ് അതായത് പൊടിച്ച ഭാഗം അതായത് അരകിലോട്ടുകളിലോ വെച്ച് പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 കെമിക്കൽസ് കോപ്പർ സൾഫേറ്റും കാസ്റ്റിക് സോഡയും ഇട്ട് മിക്സ് ചെയ്ത് ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അത് വയലറ്റ് കളർ ആവുന്നുണ്ടെങ്കിൽ അത് ആ ഫുഡ് ഐറ്റത്തിന് എന്തുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. And what conclusion can you draw from the table? Which food item show the presence of more than one nutrient? Which food items show the presence of both proteins and fats?
ആൻഡ് പീനട്ട് ഷോ ദ പ്രസൻസ് ഓഫ് ബോത്ത് പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്. ഓർത്തോണം, ഈ നമ്മളിപ്പോൾ ഒരേ ടൈപ്പിലുള്ള ഫുഡ് ഐറ്റംസ് എടുത്തിട്ട് പല പരീക്ഷണങ്ങൾ നടത്തി അല്ലേ. കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ, ഫാറ്റ്സ് ഉണ്ടോ, പ്രോട്ടീൻസ് ഉണ്ടോ, പിന്നെ എന്താ, ഇതെല്ലാം നമ്മൾ നോക്കി. അപ്പോൾ ഇതിൽ പീനട്ടിൽ എന്തുണ്ട്, ബോത്ത് ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, പ്രോട്ടീൻസും ഫാറ്റും ഉണ്ട്. And this indicate any food which have wheat many contains multiple nutrients. Is there food items that lack of any of these nutrients? Which of these food do you consume daily? Try to find out the other food that good sources of starch, fat and proteins. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ പറയുന്നത്, ഓരോ ഫുഡ് ഐറ്റംസിനും പല തരത്തിലുള്ള ന്യൂട്രിയൻസ് അതിനകത്തിൽ കാണും എന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എഴുതാനുള്ള ഒരു കോളം തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കളർ ഓഫ് ദ ഫുഡ് ഐറ്റം, സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുമ്പം കളർ ചേഞ്ചസ് ഉണ്ടോ, പിന്നെ ഓയിൽ ടെസ്റ്റ് ചെയ്യുമ്പം കളർ ചേഞ്ചസ് ഉണ്ടോ, പിന്നെ കളർ ഓഫ് ദ ഫുഡ് ഐറ്റം, പിന്നെ പ്രോട്ടീൻ ടെസ്റ്റ്, ഇതിലെല്ലാം എന്തൊക്കെ കളർ ചേഞ്ചസ് ആണ് ഇത് ഓരോന്നും നമ്മൾ ചെയ്തപ്പോൾ ഉണ്ടായത് എന്ന് നിങ്ങൾ ഇവിടെ എഴുതണേ. ദെൻ ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്നുള്ളതാണ്. ആർ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ സെയിം ഫോർ എവരി വൺ. സോ യു and your grandparents need same amount of nutrients. Requirements of the type of amount of nutrients diet vary from the age, gender, physical activity, health status. ഇനി എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ഓരോരുത്തർക്കും ആഹാരം കഴിക്കുന്നതിന് വ്യത്യാസമുണ്ട് അല്ലേ. കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരമല്ല മുതിർന്നവർ, പ്രായം ചെന്നവർക്ക് വ്യത്യസ്തമാണ് അല്ലേ. അപ്പം നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ പ്രായം, നമ്മൾ ചെയ്യുന്ന ജോലി അല്ലേ. കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ആഹാരം വേണം. അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഏത് ഏജിലായാലും ഏത് പ്രായത്തിലായാലും ഏത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും എപ്പോഴും വേണ്ടത് ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ? എ ഡയറ്റ് ദാറ്റ് ഹാസ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ്, റഫേജ് ആൻഡ് വാട്ടർ ഇൻ ദ റൈറ്റ് എമൗണ്ട് ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബോഡി ഈസ് നോൺ ആസ് ബാലൻസ്ഡ് ഡയറ്റ്. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടി എല്ലാ പോഷകങ്ങളും, റഫേജ്, ഡയറ്ററി ഫൈബേഴ്സ്, വാട്ടർ, ഇതെല്ലാം ചേർന്നിട്ടുള്ള നമ്മുടെ ശരീരത്തിന് വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായ എല്ലാം കറക്റ്റ് എമൗണ്ടിലുണ്ടെങ്കിൽ ആ ആഹാരത്തെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നു. നോക്കി, ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തണം. റീഡ് ദ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ബിലോ. പാക്കറ്റ് ദ പൊട്ടറ്റോ വഫേഴ്സ് ആൻഡ് ദ പാക്കറ്റ് ഓഫ് റോസ്റ്റഡ് ചന. ഞാൻ നോക്കി, നമുക്കിവിടെ ഒരു പൊട്ടറ്റോ വറുത്ത് വെച്ചിരിക്കുന്നതും പിന്നെ റോസ്റ്റഡ് ചന, ഇത് രണ്ടിലും ഉണ്ടാകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? എനർജി ഉണ്ട്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഡയറ്ററി ഫൈബർ, ഇത്രയും സാധനങ്ങളുണ്ട്. ചനയിലുള്ളത് എന്തൊക്കെ? കടലയാണ് ചന എന്ന് പറഞ്ഞാൽ. എനർജി, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഡയറ്ററി ഫൈബർ. ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണെന്ന് ഓരോന്നിലും നമ്മൾ നോക്കാം കേട്ടോ. ഇവിടെ എന്ന് പറയുന്ന പൊട്ടറ്റോയിൽ വരുമ്പം എനർജി ഗിവിങ് ഫുഡ്, അതായത് കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. ഫാറ്റ് 35 ആണ്. ഇവിടെ ഫാറ്റ് നോക്കിയേ, ഇവിടെ കാർബോഹൈഡ്രേറ്റ് കുറവാണ് അല്ലേ, എനർജി ഗിവിങ് കുറവാണ്, എനർജി കുറവാണ്. കാർബോഹൈഡ്രേറ്റ് 58.8. ഇവിടെ അതുപോലെ കാർബോഹൈഡ്രേറ്റ് 53 ആണ്. പ്രോട്ടീൻ 7, പ്രോട്ടീൻ 18 ഉണ്ട് കണ്ടോ കടലയിൽ. ഡയറ്ററി ഫൈബർ 16, പക്ഷേ ഇവിടെ ഡയറ്ററി ഫൈബർ 4.8 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഓരോ ഫുഡിനകത്തിൽ എത്രയാണ് ഉള്ളതെന്ന്. Based on the nutritional information in the food packets given above, which food would be you choose? Why? നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണോ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അതാണ്. എപ്പോഴും നമുക്കറിയാം നമുക്ക് എനർജി ആവശ്യമുണ്ടല്ലേ, എനർജി ആവശ്യമുണ്ട്, ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏതാണ് കൂടുതൽ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ എടുക്കുക. Some food have high calorie due to high sugar and fat content. Moreover, this contain very low amount of proteins, minerals, vitamins and dietary fibers. These foods are called junk foods. അതായത് ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അതായത് ഫാറ്റ് കൂടുതലായിരിക്കും പക്ഷേ ബാക്കി വേണ്ട വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറവായിരിക്കും. ഈ ഫുഡിന് പറയുന്ന പേരാണ് ജങ്ക് ഫുഡ്സ്. ദി ഫുഡ്സ് ഇൻക്ലൂഡ് പൊട്ടറ്റോ വഫേഴ്സ്, ക്യാൻഡി ബാർസ് ആൻഡ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. ഇതൊക്കെ അതായത് നമ്മൾ പെപ്സി പോലെ ഉള്ള 7 പെപ്സി അങ്ങനെ എന്താ പറയുന്നത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജങ്ക് ഫുഡ്സാണ്. അത് നമ്മൾ കഴിക്കരുത് എന്നാണ് അർത്ഥം. കൺസ്യൂമിങ്
These foods frequently is not good health of our body. They make a person obese. അതായത് നമുക്കൊരു അമിതമായി വണ്ണം ഉണ്ടാവും. Such persons may suffer from several health problems. You should always remember ഡോക്ടർ പോഷിത സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഹെൽത്ത് ഈസ് എ അൾട്ടിമേറ്റ് വെൽത്ത്. നമ്മൾ പറഞ്ഞല്ലോ ഒരു ഡോക്ടർ പോഷിതയെക്കുറിച്ച് ഒരു എന്താ പറയുന്നത് ഫുഡ് ഫെസ്റ്റിവൽ നടന്നപ്പോൾ. അപ്പോൾ പോഷിത പറഞ്ഞ പോലെ എന്താണ്, ഹെൽത്ത് ഈസ് അൾട്ടിമേറ്റ് വെൽത്ത്. വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ ബോഡി. ഹെൽത്തി ഈറ്റിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് അവോയ്ഡിങ് ജങ്ക് ഫുഡ് കോൺട്രിബ്യൂട്ട് റിവാർഡ്സ്. എ ഹെൽത്തി ബോഡി, ഗുഡ് ഹെൽത്ത് ഈസ് എസെൻഷ്യൽ ഫോർ ലീഡിങ് എ ഹാപ്പി ലൈഫ്. Which of the two food you studied in the activity 3 should be labeled as junk foods? ജങ്ക് ഫുഡ്സ് എന്ന് ലേബിൾ ചെയ്ത് ഇത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പൊട്ടറ്റോ വഫേഴ്സ് എന്ന് പറയുന്നത് ജങ്ക് ഫുഡിൽ പെടുന്നതാണ്. അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം ജങ്ക് ഫുഡ്സാണ്. നമ്മളിങ്ങനെ പാക്കറ്റ് ഫുഡിൽ ഫാറ്റ് കൂടുതലുള്ള സാധനങ്ങളൊക്കെ റോസ്റ്റഡ് ആണെങ്കിലും റോസ്റ്റഡ് ചന ആണെങ്കിലും ശരി, അതിൽ ഒരുപാട് നമ്മൾ എന്ത് സാധനം നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ളത് നമുക്ക് ശരീരത്തിന് നല്ലതല്ല. അത്യാവശ്യം ഫാറ്റ് വേണം, പക്ഷേ കൂടുതലാവരുത്. പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ് മസ്റ്റ് ഹാവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ന്യൂട്രിയൻസ് ഓൺ ദെയർ കവർ. ദ ഇൻഫർമേഷൻ ഷുഡ് ലിസ്റ്റ് ഇൻ ദ എമൗണ്ട് ഓഫ് ഈച്ച് ന്യൂട്രിയൻ. sometimes more nutrients are added to the food during processing. Fortification to improve the nutritional quality. Iodized salt and some body foods are examples of fortified food. These food, the Food Safety and Standard Authority of India, FSSAI, എന്താണ് അതിൻ്റെ ഫുൾ ഫോം? The Food Safety and Standard Authority of India is a government agency that regulate food quality of India. അതായത് ഈ സിമ്പിൾ നിങ്ങൾ നോക്കണം. ഇവരാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൽ ലീഗലായിട്ടുള്ള ഫുഡ് സേഫ്റ്റിയുടെ ആൾക്കാർ. അതായത് ഈ എംബ്ലമാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവരാണ് നമുക്ക് ക്വാളിറ്റിയുള്ള ഫുഡ് പാക്കറ്റായിട്ടുള്ള വരുന്ന ഫുഡിനകത്ത് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന മില്ലറ്റ്സ് ആണ്, ചെറുധാന്യങ്ങൾ. ജോവറ്, ബജറ, റാഗി ഇതൊക്കെ ചെറുധാന്യങ്ങളുടെ കൂട്ടത്തിലാണ്. ഇതിനെ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഗ്രെയിൻസ് ധാന്യങ്ങളാണ്. ഇതിനെ മില്ലറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ മില്ലറ്റ്സ് ചെറിയ സൈസാണ് കേട്ടോ, ചെറിയ സൈസായിട്ടുള്ള ധാന്യങ്ങളാണ് ഇത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഡയറ്റിലുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഹെൽത്തിനെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറുധാന്യങ്ങൾ. ഇതിൽ അയൺ, കാൽസ്യം, മിനറൽസ്, വൈറ്റമിൻസ് ഇതിൻ്റെ എല്ലാം സോഴ്സസ് ആണ്. അതുപോലെ ഡയറ്ററി ഫൈബർ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ന്യൂട്രി സെറൽസ് എന്നും കൂടെ പറയുന്നുണ്ട്. മില്ലറ്റ്സിന് പറയുന്ന വേറൊരു പേരാണ് ന്യൂട്രി സെറൽസ് എന്ന്. ഇത് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് പറയുന്ന ഈ ഫുഡൊക്കെ നമുക്ക് പ്ലേറ്റിലേക്ക് എത്തുന്നതാണ്. കൃഷിസ്ഥലത്ത് നിന്നും നമ്മുടെ പ്ലേറ്റിലേക്ക് എത്തുന്നതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. നോക്കാം നമുക്ക്. ഫാർമേഴ്സ് കൃഷി ചെയ്യുന്നു, അതിന് ശേഷം അത് കൊയ്തെടുത്ത് കഴിഞ്ഞിട്ട് അത് സ്റ്റോർ ചെയ്യുന്നു. പിന്നെന്താ ചെയ്യുന്നത്, അതിനെ പൊടിച്ച് പാക്കേജ് ആക്കുന്നു. ഇങ്ങനെ പാക്കറ്റുകളിൽ ഷോപ്പിലെത്തുന്നു. ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് ആഹാരം കഴിക്കുന്നു. അപ്പം അത് നമ്മൾ ഇതിനകത്തിൽ ചപ്പാത്തിയുടെ കഥ എന്നാണ് പറയുന്നത്, ഫാം മുതൽ പ്ലേറ്റ് വരെ. ചപ്പാത്തി എന്നല്ല, മിക്കവാറും എല്ലാ ഗ്രെയിൻസും ഇങ്ങനെയൊക്കെ തന്നെയാണ്. The entire distance traveled by the bag of wheat or other food items from the producer to the consumer is known as food miles. ഫുഡ് മൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വീറ്റോ അതുപോലെയുള്ള സാധനം, ഒരു ബാഗ് സാധനം, എനി അതർ ഫുഡ് ഐറ്റം ഫ്രം പ്രൊഡ്യൂസർ ടു ദ കൺസ്യൂമർ. ഇത് ഉണ്ടാക്കുന്ന ആൾ, അതായത് പ്രൊഡ്യൂസർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷിക്കാരുടെ അടുത്ത് നിന്ന് നമ്മുടെ അടുത്തേക്ക്, നമ്മൾ കഴിക്കുന്ന ആളുടെ അടുത്തേക്ക് വരുന്ന ആ ദൂരത്തിനാണ്, ആ എൻ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫുഡ് മൈൽസ് എന്ന് പറയുന്നത്. റെഡ്യൂസിങ് ഫുഡ് മൈൽസ് ഇൻ ആൻ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് us to cut down the cost and pollution. എപ്പോഴും നമുക്കറിയാം ദൂരം കൂടുന്നതിനോട് ട്രാൻസ്പോർട്ടിങ് ചാർജൊക്കെ കൂടും അല്ലേ, സാധനങ്ങളുടെ വില കൂടുകയും ചെയ്യും. അപ്പം നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കണം. മെനി പീപ്പിൾ വേസ്റ്റ് ഫുഡ് ലീവിങ് ഇറ്റ് അൺകൺസ്യൂംഡ് ഇൻ ദെയർ പ്ലേറ്റ്സ്. One must remember the time of food put by farmers and their community members. നമുക്കറിയാം നമ്മൾ ആഹാരമൊക്കെ വേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആഹാരം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കാര്യം കർഷകർ ഇത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ
വി മസ്റ്റ് ടേക്ക് ഓൺലി അസ് മച്ച് ഫുഡ് വി ക്യാൻ കൺസ്യൂം. നമുക്ക് വേണ്ട ആഹാരം മാത്രം എടുക്കുക. ഇറ്റ് വുഡ് റെഡ്യൂസ് ഫുഡ് വേസ്റ്റേജ്. ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട വേറൊരു കാര്യം, ലോക്കൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയും കഴിക്കുകയും ചെയ്യും. കാര്യം പല കാര്യങ്ങളാണ് അതിനകത്ത്, വലിയ പൊല്യൂഷനൊന്നുമില്ല, കീടങ്ങളൊന്നും കയറാതെ അവർ ഒരുപാട് വിഷങ്ങളൊന്നും തളിക്കുന്നില്ല. പിന്നെ പാക്ക്ഡായിട്ട് വന്നിട്ട് അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ, കർഷകരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമ്മുടെ ലെസൺ ഇവിടെ തീർന്നിരിക്കുകയാണ്. അടുത്ത ദിവസം പുതിയൊരു ലെസണുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തേക്കണം, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.